എൻ്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് എത്താനായിട്ട് എനിക്ക് വേണ്ടി വന്നത് ശരിക്കും 2 ഇയർ ആണ്. അപ്പോൾ ഈ 2 ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഓക്കെ 2 ഇയർ ഇയാൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവൻ ലൈവ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതങ്ങ് കൺഫേം ചെയ്തോ? അല്ല. അതായത് ഞാൻ ഇന്നേക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതെൻ്റെ 7th ഇയറാണ്. അതായത് 7ാമത്തെ വർഷമാണ് ഞാനിവിടെ നിൽക്കുന്നത് ട്രേഡിംഗ് ഫീൽഡിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളെല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ് കോണ്ടൻസും പല പല കാര്യങ്ങളും നോക്കി പഠിച്ചും സെൽഫ് ലേൺ ചെയ്തും എല്ലാ കാര്യത്തിലും ഞാൻ ഫെയിലായിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടാണ് ഈ ഒരു റിയാലിറ്റി ഹിറ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിലൊന്നും പ്രത്യേകിച്ച് ഒരു ലോജിക്കും ഇല്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു 20% ആളുകൾക്കെങ്കിലും മേ ബി മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴും ഞാൻ മേ ബി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നാളെ നിങ്ങൾ വേറൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ വഴിക്ക് പോകുക എന്നുള്ളതാണ് സത്യം. അപ്പം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഇയർ ടൈം പീരീഡിൽ ലൈവ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഇനി ഇത് ചേഞ്ച് ചെയ്യുമോ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. കാരണം വൺസ് നിങ്ങൾക്ക് ഒരു സാധനം വർക്കൗട്ട് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ, അതിന് റിസൾട്ട് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ വരുത്തുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ജമ്പ് ചെയ്ത് പോയിട്ട് ഇവിടെ ആർക്കും ഒരു ഗുണവും കിട്ടത്തില്ല. എസ്പെഷ്യലി ഇൻ ട്രേഡിംഗ്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കടൽ പോലെ കണ്ടന്റ് ഉണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻ എല്ലാ കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആകാമെന്നല്ല. ഇങ്ങനെയുള്ള മണ്ടൻ കാര്യങ്ങളൊക്കെ ആദ്യം മാറ്റി വെക്കുക. സ്വന്തമായിട്ടൊരു സാധനം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഒരു കോൺസെപ്റ്റ് പഠിക്കുക, ആ കോൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾ അതിൽ കാണുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് വെച്ചൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് കരിയർ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി.